ഹായ് ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? സോ ഞങ്ങളിപ്പോൾ സിനിമ കാണാൻ പോവാണ്. മൂവി ഏതാണെന്ന് വെച്ചാൽ നടികർ കാണാൻ പോവാണ്. ഇരിങ്ങാലക്കുട മാസ് സിനിമ തിയേറ്റർ. ഓക്കെ, ഞങ്ങളുടെ സ്ഥിരമായിട്ടുള്ള ഒരു രണ്ട് തിയേറ്റേഴ്സാണ്, ചാപ്പകശ്ശേരി ആൻഡ് മാസ് സിനിമാസ്. അതിൽ മാസിലാണ് നമ്മൾ പോണത്. 9:30 ഷോ, രാത്രിയാണ് ഷോ 9:30. അപ്പോൾ മൂവിയൊക്കെ കണ്ടിട്ട് വരാം കേട്ടോ. എങ്ങനെയുണ്ട് മൂവി എന്നുള്ള അഭിപ്രായമൊക്കെ പറയാം. ഓക്കെ, നമ്മൾ വീട്ടിലുള്ള വേഷം തന്നെ ഇട്ടിട്ടാണ് പോണത്. രാത്രിയില്ല, വേറെ ആരും കാണാനില്ല. അപ്പോൾ ഞാനും പിള്ളേരും അജും ഇല്ല, ഞാൻ വീട്ടിലെ വേഷം ഇട്ടിട്ടോ. പിന്നെ ഫുഡ് കഴിച്ചിട്ടില്ല കേട്ടോ. ഫുഡ് നമ്മൾ പുറത്തുനിന്ന് എനിക്ക് വേണമെന്നില്ല, അവർ എന്തെങ്കിലും കഴിക്കാനും കഴിച്ചിട്ട് വേണം പോകാൻ. 9:30 ഷോ, ഇപ്പോൾ 8:30 ആയി. 8:30 ഇറങ്ങണം, എന്നാലും എന്തെങ്കിലും കഴിച്ചിട്ട് തിയേറ്ററിലേക്ക് പോകാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇന്നൊരു കുട്ടി നൈറ്റ് വ്ളോഗാണ്, സിനിമയ്ക്ക് പോകുന്ന വ്ളോഗ്. ഓക്കെ, ഗൈസ്, ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് വൃന്ദാവൻ, ഞങ്ങൾ സ്ഥിരമായിട്ടുള്ള വെജിറ്റേറിയൻ ഹോട്ടലിലേക്ക് വൃന്ദാവനിലേക്ക് വന്നിരിക്കുകയാണ്. ആകെ ഞാൻ മനസ്സില ഹലോ ഭക്ഷണം കഴിക്കാനായിട്ട് എന്താണ് ഓർഡർ ചെയ്തത്? എന്താ ഓർഡർ ചെയ്തത്? ചോല ഭട്ടൂരി ഓർഡർ ചെയ്തു. ചോല ഭട്ടൂരി. ഇവിടെ പൂരി ഓർഡർ ചെയ്തിട്ടുണ്ട്. സോ ഗൈസ്, ഞാനൊരു കോഫി പറഞ്ഞു, ഫുഡൊന്നും പറഞ്ഞില്ല. ഞാൻ പറയുന്നത് എനിക്കൊന്നും വേണമെന്നില്ല, അതുകൊണ്ട് ഞാൻ കോഫി പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ സ്ഥിരമായിട്ടുള്ള ഒരു ഹോട്ടലാണിത്. ഞങ്ങൾ മറ്റേ തൊടുപുഴ പോയപ്പോഴും ഞങ്ങളുടെ ഇവിടെ വന്നിട്ടാണ് ഭക്ഷണം കഴിച്ച് പോയത്. വൃന്ദാവൻ ഹോട്ടൽ, ഇതൊരു വെജിറ്റേറിയൻ ഹോട്ടലാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ ഇരിങ്ങാലക്കുടയിൽ വീനസ് ഉണ്ട്, റിലാക്സ് ഉണ്ട്, അല്ലേ? റിലാക്സ് ഉണ്ട്. പിന്നെ ഏതാണ് നമ്മൾ പോകാനുള്ള സ്ഥിരം പോലെ ഇതൊക്കെ ഉണ്ട്, വീനസ്. അതൊക്കെ ഫ്രൈഡ് ചിക്കൻസ് ഉണ്ട്. ഹോട്ടലായിട്ട് ഈ ഇങ്ങനത്തെ ഇതൊക്കെയാണ് സ്ഥിരമായിട്ട് ഞങ്ങൾ പോകുന്നൊരു ഹോട്ടൽ. വൃന്ദാവൻ, വീനസ്, പിന്നെ സ്ഥിരം റിലാക്സ് അങ്ങനെ സ്ഥിരമായിട്ട് പോകാറില്ല, വീനസിലാണ് പോകാറ്. ചേട്ടനെ ഒളിച്ചിരുന്ന് കഴിക്കുന്നു. അച്ഛനെ കാണിക്കാണ്ടിരിക്കാറില്ലല്ലോ, അച്ഛനാണ് ഇഷ്ടമില്ലാത്തത്. എനിക്ക് ഇവിടെ കോഫി വേണം. യെസ്, ഞങ്ങൾ ഫുഡ് കഴിച്ച് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ ഫുഡ് നല്ല ടേസ്റ്റി ഫുഡാണ് കേട്ടോ. നല്ല രസം, ടേസ്റ്റുള്ള ഭട്ടൂരിൻ്റെ കാര്യം പറഞ്ഞു. കഴിഞ്ഞ ദിവസം ഞങ്ങൾ തൊടുപുഴയിൽ നിന്ന് വരുന്ന വഴിക്ക് ഞങ്ങൾ വുഡ് ലാൻഡ്സിൽ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ മീൽസാണ് കഴിച്ചു. അപ്പോൾ അതിൻ്റെ വീഡിയോ ആക്ച്വലി ഞാൻ ഇടാൻ മറന്നു. ഇതിലെ നേരം അതേ അടയുക. നല്ല ഫുഡായിരുന്നു, നല്ല കറികളൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു. അതും ഒരു വെജിറ്റേറിയൻ ഹോട്ടലായിരുന്നു, വുഡ് ലാൻഡ്സ് എന്ന് പറഞ്ഞിട്ട് തൊടുപുഴയിൽ. അപ്പോൾ അത് ഞാൻ ഇതിൽ കൂടെ ആഡ് ചെയ്യാം. ഇവിടെയും അത് നല്ലൊരു ഫുഡും കാര്യങ്ങളാണ്, നല്ലൊരു വെജിറ്റേറിയൻ ഹോട്ടലായിരുന്നു. സോ ഗൈസ്, ഞങ്ങളപ്പോൾ ഫുഡ് കഴിക്കാനായിട്ട് വുഡ് ലാൻഡ്സിൽ വുഡ് ലാൻഡ്സിൽ വന്നിരിക്കുകയാണ്. സോ ഫുഡ് എന്തൊക്കെയാണ്? മീൽസ് കേട്ടോ പറഞ്ഞിരിക്കുന്നത്, വെജിറ്റേറിയൻ ഹോട്ടലിലാണ്. കാണിച്ചു തരാം. സോ ഇതൊക്കെയാണ് നമ്മുടെ ഫുഡ് ഐറ്റംസ്. ഇത് എന്തൊക്കെയാണെന്നുള്ളത് എനിക്ക് വലിയ പിടിയൊന്നുമില്ല. ചപ്പാത്തി ഉണ്ട്, ചമ്മന്തി ഉണ്ട്,
പപ്പടം ഉണ്ട്, പിന്നെ ബാക്കി എന്തൊക്കെയോ ഉണ്ട്. ഇതിനിടയിൽ സ്വീറ്റാണെന്നറിയാം, കാരണം പായസമാണ്. പിന്നെ ബാക്കി കറികളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കട്ടെ കേട്ടോ. നമ്മുടെ ഒരാൾക്ക് ചപ്പാത്തിയും പനീർ ബട്ടർ പനീറോ അതാണ്. അവിടെ ഒരാൾക്കൊന്നും വേണ്ട, ഉണ്ണിയപ്പം കഴിച്ചു. നല്ല ടേസ്റ്റി ഫുഡാ, വേണമെങ്കിൽ കഴിച്ചോട്ടാ. ചോറ് വേണമെങ്കിൽ വാങ്ങിക്കാന്നുള്ളോ, നീ ഇത് വേണമെങ്കിൽ കഴിക്കണേ കഴിച്ചു. കറികൾ പറഞ്ഞുതരാം. ഗുഡ് മോർണിംഗ് പറയൂ. ഗുഡ് മോർണിംഗ് അല്ല, ഗുഡ് ആഫ്റ്റർനൂൺ. ഞാൻ ഊണ് കഴിക്കുന്നു. ഇത് കട്ടത്തൈര്, ഇത് പരിപ്പ്, വെറുതെ പരിപ്പ് വേവിച്ചത്. ഇത് ഐ തിങ്ക് സാമ്പാർ. പണിയെടുക്കുന്ന കൂട്ടത്തിലല്ലേ? ഇത് രസം, ഇത് തോരൻ. പണിയെടുക്കുന്ന കൂട്ടത്തിലാണേ ഇത് തോരൻ. ഇത് ഒരു തരം എന്തോ ഒരു കറി, എനിക്കറിയില്ല. പൈനാപ്പിൾ കറി, മോര് കറി, എരിശ്ശേരി പോലത്തെ ഒരു സംഭവം. ഇതൊരു തരം പരിപ്പ് എന്തൊരു കറി. ഇതൊക്കെയാണ് ഇത് സംഭവം. ചോറ് വന്നിട്ടില്ല. ഇത് പായസം, സേമിയ പായസം. ചപ്പാത്തിയും ഗൈസ്, ഇതാണ് ഇരിങ്ങാലക്കുട ബസ് സ്റ്റാൻഡ്. ഇരിങ്ങാലക്കുട ബസ് സ്റ്റാൻഡ് ഇതാണ് ഗൈസ്. നമ്മുടെ വണ്ടിക്ക് എത്ര സ്റ്റാറാണ്? അത് കാട്ടൂർ വഴിക്ക് പോകുന്ന റോഡാണ്. ദിസ് ഈസ് ബോബനും മൊളിയും. അതെ, മാസാണ് മാസ് തിയേറ്റർ. ഇവിടെ ഒരു പുതിയ റെസ്റ്റോറൻറ്റ് വന്നിട്ടുണ്ട്, ബൈപ്പാസ് ഫുഡ് കോർട്ട് റെസ്റ്റോറൻറ്റ്. ചെമ്പകശ്ശേരി തിയേറ്ററിൻ്റെ സൈഡായിട്ട്. ഇതാണ് ചെമ്പകശ്ശേരി. ഈ തിയേറ്ററിലല്ല നമ്മൾ പോണേ, മാസ് തിയേറ്ററിലേക്ക് പോകണം. അത് ഇവിടെ അടുത്ത് തന്നെയാണ്. ഇവിടെ നിന്നൊരു ടേണിംഗ് ഉണ്ട്. അതൊരു ചാനലില് കളിക്കുമ്പോ അപ്പോഴും കിട്ടും. നമ്മുടെ തിയേറ്റർ എത്തിയിരിക്കുന്നു. ഇതാണ് മാസ് തിയേറ്റർ, മാസ് മൂവീസ്. ആരുമില്ലാത്ത കാരണം ഉണ്ടാവില്ലായിരിക്കുമല്ലേ. നടികരുണ്ട്. ടർബോ ഇസ് കമ്മിങ്. ടർബോ സോ ഗൈസ്, നമ്മൾ ടിക്കറ്റ് എടുത്തു. സ്ക്രീൻ ടൂലാണ് ഇത്. സ്ക്രീൻ 1 ഇവിടെയാണെങ്കിൽ സ്ക്രീൻ 2 ഇവിടെയാണ്. ഇവിടെയാണ് നമുക്ക് നമ്മുടെ മൂവി നടികർ. ഈ ഭാഗത്താണ്. ഗൈസ്, ഇപ്പോൾ നല്ല കാറ്റുണ്ട് ഇവിടെ. മഴ വരുന്നുണ്ടോ എന്ന് ഡൗട്ടുണ്ട്. 9:30 നമ്മുടെ മൂവി. ഹലോ, ഇവിടെ നമ്മൾ മാത്രമല്ല, പ്രൈവറ്റ് നമ്മുടെ തിയേറ്റർ. ഒരു ചേട്ടൻ മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാവരും ബാക്കി നമ്മളുള്ള ആരുമില്ല, ഞങ്ങൾ മാത്രമേ ഉള്ളൂ നടികർ കാണാനായിട്ട് വന്നിരിക്കുന്നത്. ഷോ തുടങ്ങോ? നല്ല മഴ. ഷൂ എന്തെങ്കിലും കോഫിയാണ്, വൈഫൈ. നല്ല മഴ പുറത്ത് പെയ്യുന്നുണ്ട്.
ഞങ്ങളുടെ സിനിമ സ്റ്റാർട്ട് ചെയ്ത് ഒരു ടീമിനെ മൂവി കണ്ടിട്ട് പറയണ്ട നല്ലതാണ്. സോ ഗായ്സ് സിനിമ കഴിഞ്ഞു. എങ്ങനെയുണ്ട് പടം? മൂവി ഹൗസ് മൂവി അടിപൊളി മൂവിയാണ് അല്ലേ? ആ എനിക്ക് ചെറിയ പാങ്ങ് കുറച്ചു. ഞാൻ അറിഞ്ഞു അവര് വന്നില്ലേ? സോ മൂവി നല്ല അടിപൊളി മൂവിയാട്ടോ, കുഴപ്പമില്ല കാണാൻ. എല്ലാരും പോയി കണ്ടോളൂ, രസമുണ്ട്. പിന്നെന്താ, ടോവിനൊക്കെ അടിപൊളിയായിട്ടുണ്ട്, എല്ലാരും നല്ല അടിപൊളിയായിട്ടുണ്ട്. എന്ത് സിമ്പിളായ ഭാഷയിൽ പറയുമ്പോ പൊട്ടെ. സോ ഇപ്പൊ രാത്രി 12:08 ഇനി വീട്ടിൽ പോവാ, കിടന്നുറങ്ങാം, അത്രേ ഉള്ളൂ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. സോ നമുക്ക് ഇനി അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. ഓക്കെ, അവർ വന്നിട്ടില്ലല്ലോ. ഇപ്പോൾ നല്ല മഴയൊക്കെ പെയ്തിട്ടുണ്ട്, ഇപ്പോൾ മഴ ഇത്തിരി കുറഞ്ഞിട്ടുണ്ട്. കാണാം, ബൈ ബൈ.